Hello, everybody. Welcome to Niche Vlogs. I'm here for nothing but something to share. പിന്നെ ഇവിടെ പുതിയതാട്ടോ. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിഷ. 26 വയസ്സാണ് എനിക്ക്. ഹൈലൈറ്റ്, ഐ എം എ തൊഴിലാളി ഇൻ UK. ഇതാണ് ഇവിടുത്തെ എൻ്റെ ലോകം, എൻ്റെ റൂം. ഐ എം എ മെസ്സി ബട്ട് ട്രയിങ് പേഴ്സൺ ആക്ച്വലി. എനിക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെപ്പോലൊന്നല്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു യൂട്യൂബർ അല്ലേ, അതൊരു കഴിവല്ലേ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ പുതിയതാണെന്ന്. എന്നാലോ ഒരു മെസ്സി ബട്ട് ട്രയിങ് പേഴ്സൺ ആണ്. അത് നിങ്ങൾ വഴിയെ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഇത് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോയി ശീലിച്ച് ഇനിയിപ്പോൾ ഒരു ഓഫ് കിട്ടിയാലും എനിക്ക് 6 മണിക്ക് മേലെ ഉറങ്ങാൻ പറ്റത്തേയില്ല. ഉറക്കം ഉണർന്നതിന് ശേഷം എനിക്കൊരു അരമണിക്കൂറെങ്കിലും ചിന്തിച്ചിരിക്കണം. ഇപ്പം ഞാൻ എവിടെയാ, എന്താ ചെയ്യുന്നേ, ഇതെന്താ ഇങ്ങനെയൊക്കെ, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പക്ഷേ ഇന്ന് കഴുത്ത് വെട്ടിയത് കൊണ്ട് വലിയ ചിന്തയിലേക്കൊന്നും പോയില്ല കേട്ടോ. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു വലിയ ഓവർ തിങ്കറാണ്. രാവിലെ എഴുന്നേക്കുന്നത് മുതൽ എനിക്ക് ചിന്തിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതെന്തേ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം UK ആണെങ്കിലും മാസാവസാനം പേസ്റ്റ് വരെ ഞെക്കി തുറപ്പിച്ച് പല്ല് തേക്കേണ്ടി വരുന്ന ആ സാധാരണക്കാരുടെ ജീവിതശൈലിയാണ് ഞാനിപ്പോഴും പിന്തുടരുന്നത് കേട്ടോ. ഒരു ഫുൾ ഓറൽ ഹൈജീൻ സെഷനൊന്നും ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും എന്നെപ്പറ്റി ഞാൻ ഇൻട്രോ പറയുമ്പോൾ അത്യാവശ്യം ഞാൻ എന്താ, ഞാൻ എങ്ങനെയാ എന്നൊക്കെ ഉൾക്കൊള്ളിക്കണ്ടേ. അതിൽ ഒരു പ്രധാന ഘട്ടമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പല്ലിലെ ഈ ക്ലിപ്പ് ഞാൻ പല്ല് തേക്കുമ്പോൾ മാത്രമേ ഊരാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഒരു 4 years ago ഞാൻ എൻ്റെ പല്ലിൽ ക്ലിപ്പ് ഇട്ടിരുന്നു. അത് കഴിഞ്ഞത് റിമൂവ് ചെയ്ത ശേഷം ഈ സിംഗിൾ കമ്പി എൻ്റെ ഡെൻറ്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്തു. ഈ സാധനം ആക്ച്വലി നൈറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷേങ്കിൽ ഞാനിത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നാവും തൊണ്ണും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ എനിക്ക് ഒരു ഇക്കിളി ഉണ്ടാക്കുന്നതിനാൽ ഞാൻ ആ സാധനം ഊരാറില്ല. എൻ്റെ അടുത്ത് ഡെൻറ്റിസ്റ്റ് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ വളരെ കൃത്യമായിട്ട് അനുസരിച്ചിട്ടുള്ള ഒരു ഒറ്റ ക്ലയൻറ്റ് ആളുടെ ലൈഫിൽ ആൾ കണ്ടിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു മനുഷ്യനിർമ്മിത വസ്തുവാണ് ഈ സ്പെക്സ്. ഇതിൻ്റെ വലിയൊരു ശേഖരം തന്നെ എൻ്റെ കയ്യിലുണ്ട്. ആക്ച്വലി ഇത് ഞാൻ ഉപയോഗിക്കുന്നത് മൈഗ്രെയിൻ പ്രിവെൻറ്റ് ചെയ്യാനാണ് കേട്ടോ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാട്ടോ ആദ്യമായിട്ട് എനിക്ക് മൈഗ്രെയിൻ വരുന്നത്. തുടരെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു 10ാം ക്ലാസ് അല്ലേ, പരീക്ഷാ പേടിയായിരിക്കും, സ്ട്രെസ്സായിരിക്കും, കണ്ണാണെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് യാതൊരു പ്രശ്നങ്ങളും കാണുന്നുമില്ല. അന്ന് തൊട്ട് ഇന്നോളം ഒരു 12 വർഷമായിട്ടുണ്ട് എൻ്റെ കൂടെ കൂടിയിട്ട് ഇന്ന് വരെയും കൂടെയുള്ള ഒരൊറ്റ ഒന്നേ ഉള്ളൂ, അതെൻ്റെ മൈഗ്രെയിനാണ്. അതുകൊണ്ട് ആ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്കതിനോട് ഇല്ലാതില്ല. കാലം വായിക്കാത്തതായിട്ട് എന്തുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ മൈഗ്രെയിനാണെന്നൊക്കെ പറഞ്ഞു പോകട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നും ഞാനും ഈ മൈഗ്രെയിനും തമ്മിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഉള്ളതെന്ന്. ഇഷ്ടപ്പെട്ട യാത്രകൾ, ഭക്ഷണം, വിശേഷ ദിവസങ്ങൾ, ഇതിന്നൊക്കെ എന്നെ മാറ്റി അങ്ങ് ഒറ്റപ്പെടുത്തിയിട്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാനൊരു മെസ്സി ബട്ട് ട്രയിങ് പേഴ്സൺ ആണെന്ന്. ഇതാണ് എൻ്റെ മെസ്സി ടേബിൾ. എനിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ ടേബിളിലുണ്ട്. എൻ്റെ റോൾ ഓൺ, പിന്നെ എനിക്ക് വേണ്ടുന്ന എയർപോഡ്, വാച്ച് തുടങ്ങിയ സകലതും. പക്ഷെ ആവശ്യം നേരത്തെ നോക്കി കഴിഞ്ഞതൊന്നും കാണില്ല, ഒന്ന് ഇരുന്ന് തിരയണം. ഹായ്, എൻ്റെ കാണാതെ പോയ ലെൻസ് ക്ലീനർ. അപ്പം ഞാൻ എൻ്റെ കണ്ണാടി ഒന്ന് തുടച്ച് മിനുക്കിയേച്ചും വരാം. എന്തായാലും ഇത്രയും മതി, ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ബാക്കി എൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.